അതിൽ നിങ്ങൾ കണ്ടം ചെയ്യുന്നുണ്ടോ ഇല്ലേ? ഇല്ല, ഞാൻ താങ്കളുടെ ഓരോ പോസ്റ്റും അതിൽ നിങ്ങൾ കണ്ടം ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന് പറയും, എന്നിട്ട് ബാക്കി. പക്ഷെ ഞാൻ പറയൂ, കണ്ടം ചെയ്യുന്നു എന്ന് പറയൂ. സോ കണ്ടം ചെയ്യുന്നു. ഓക്കെ, അടുത്ത ചോദ്യം ചോദിച്ചോട്ടെ. ചോദിക്കൂ. ഇസ്ലാമിനെയാണല്ലോ നിങ്ങൾ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത്. അപ്പൊ ഈ ഇസ്ലാമിന്റെ അകത്ത് ഇപ്പം എന്തുവാ ലക്കും ദീനിക്കും വലിയ ദീനോ? നന്നായിട്ട് അറിയായിരുന്നു ഈ തൊണ്ടേക്കറി കുരുങ്ങി. അത് വിട്, ഞാൻ അർത്ഥം പറഞ്ഞുതരാം. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം എന്നൊക്കെ പറഞ്ഞ ഏതാണ്ടൊക്കെ ഉണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് വന്നിട്ടുള്ള അറിവാണ്. ഇപ്പം ഞാൻ പറഞ്ഞത് ക്ലിയർ ആയിട്ട് പറയും. എല്ലാ വീഡിയോ നിങ്ങൾ കണ്ടു. രാജ്യസ്നേഹത്തെ പറ്റി ഏതാണ്ടൊക്കെ ഞാൻ എന്താ പറഞ്ഞതെന്ന് ക്ലിയർ ആയിട്ട് പറയൂ. മേക്ക് ഇറ്റ് ക്ലിയർ. ഞാൻ എന്താ പറഞ്ഞത്? ലക്കും ദീനക്കും വലിയ ദീൻ എന്ന് ഖുറാനിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താ പറഞ്ഞതെന്ന് ക്ലിയർ ആയിട്ട് പറയൂ. ആയുധ പ്രയോഗം ബ്രാഹ്മണനെ വിധിച്ചിട്ടുള്ളതല്ല, എങ്കിലും ഞാനത് ചെയ്യും. അറുത്തെടുക്കുന്നതിന്റെ നാവ് ഞാൻ. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാതെ അറ്റവും തുമ്പും മുക്കാലും ഒക്കെ പൊടിച്ചുകൊണ്ട് വന്നിട്ട് ഇതേപോലെ വലിയ വിഷയമാക്കാൻ വേണ്ടി വെമ്പുന്ന ഒരു ടിപ്പിക്കൽ വോക്ക്. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. താൻ കലക്കി ഒരാൺകുട്ടിയാണെന്ന് തെളിയിച്ചിരിക്കുന്നു. ഞാൻ പോകുന്നു. ബൈ.